നമസ്കാരം, ഞാൻ ഡോക്ടർ ദാമോദർ കൃഷ്ണൻ, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്. ഇന്ന് ലോക IBD ദിനം. IBD ഹാസ് നോ ബോർഡേഴ്സ് എന്നതാണ് ഈ വർഷത്തെ IBDയുടെ തീം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണ് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പല ആളുകളും IBSനെ IBD എന്ന അസുഖവുമായി സംശയിക്കുകയും അതിൻ്റെ രോഗലക്ഷണങ്ങളുമായി സംശയിക്കുകയും ചെയ്യാറുണ്ട്. ഇത് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു അസുഖം തന്നെയാണ് IBD എന്നാൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നാണ്. IBS കുടലിൻ്റെ ചലന സംബന്ധമായ ഒരു അസുഖമാണെങ്കിൽ IBD കുടലിനുള്ളിലുണ്ടാകുന്ന വീക്കമാണ്. രണ്ട് തരം രോഗങ്ങളെ കൂട്ടിയാണ് IBD എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് അൾസറേറ്റീവ് കൊളൈറ്റിസ്, രണ്ട് ക്രോൺസ് ഡിസീസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന പൂർണ്ണമായും വൻകുടലിനെ ബാധിക്കുന്ന ഒരു അസുഖം, വൻകുടലിൻ്റെ വീക്കം. എന്നാൽ ക്രോൺസ് ഡിസീസ് വാ മുതൽ നമ്മുടെ മലദ്വാരം വരെയും ബാധിക്കാവുന്ന വീക്കത്തിനെയാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. രണ്ടും വ്യത്യസ്തമാണ്, രോഗലക്ഷണങ്ങളിലും വ്യത്യസ്തതയുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നാൽ വൻകുടലിനെ ബാധിക്കുന്നതായതുകൊണ്ട് കൂടുതലായും ലൂസ് മോഷൻ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഒപ്പം ഉണ്ടാകുന്ന ചെറിയ വയറുവേദന, മലം പെട്ടെന്ന് പോകാനുള്ള തോന്നൽ, ഇതൊക്കെയാണ് കൂടുതലായി കാണുന്ന രോഗലക്ഷണങ്ങൾ. അതിനോടൊപ്പം മലം പോകുന്നതിൻ്റെ ലൂസ് മോഷൻ്റെ കൂടെ ബ്ലഡ് പോവുക എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വളരെ കോമണായി കാണുന്നതാണ്. സാധാരണ അല്ലാതുള്ള ലൂസ് മോഷൻ, അതിനോടൊപ്പം ഉണ്ടാകുന്ന കൂടുതൽ നാൾ നിൽക്കുന്ന ലൂസ് മോഷൻ, അതിനോടൊപ്പം ഉണ്ടാകുന്ന ബ്ലഡിൻ്റെ അംശം തീർച്ചയായും അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ ലക്ഷണമാകാം. അത് കൂടുതലായി കണ്ടുപിടിക്കേണ്ടതുമാണ്. ക്രോൺസ് ഡിസീസ് എന്നാൽ ഇതേപോലെ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവണമെന്നില്ല, ചെറിയ വയറുവേദനകൾ മാത്രമായിട്ടായിരിക്കാം പ്രത്യക്ഷപ്പെടുന്നത്. അതിനോടൊപ്പം നമ്മളുടെ വെയിറ്റ് കുറയുക എന്നുള്ളതും ഇതിൻ്റെ ഒരു രോഗലക്ഷണങ്ങളിൽ പെടുന്ന ഒന്നാണ്. അതിനാൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വയറുവേദന, നമുക്ക് ശരീരത്തിൽ വെയിറ്റ് കുറയുക എന്നുള്ളത് നമ്മൾ ഇതുപോലുള്ള രോഗത്തെപ്പറ്റി ചിന്തിക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. ചികിത്സ അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ആദ്യത്തെ കാര്യം. കണ്ടുപിടിക്കുന്നത് മിക്കപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പി ടെസ്റ്റ് വഴിയാണ്. എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം എടുക്കുന്ന ബയോപ്സി, അതിലൂടെയാണ് രോഗം പൂർണ്ണമായും നമ്മൾ കൺഫേം ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും കൃത്യമായി ഫോളോ ചെയ്ത് കാലങ്ങൾ എടുക്കേണ്ട ചികിത്സയിൽ പെടുന്ന അസുഖങ്ങളിൽ പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു രോഗനിർണയവും അതിനെ തുടർന്നുള്ള ചികിത്സയും ആവശ്യമാണ്. നന്ദി. താങ്ക് യു. ഓക്കെ.